ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് യൂണിയൻ എന്ന് പറയുന്ന അനദർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. എന്താണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്? സ്ട്രക്ചറും അതെ, സ്ട്രക്ചറും കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത രണ്ടും യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. എന്താ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരൊറ്റ കാര്യമുള്ളൂ, നമുക്ക് നമ്മുടെ ഡാറ്റയെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡാറ്റ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അത് സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് പറ്റൂലേ? അപ്പോൾ നമ്മുടെ ഡാറ്റേൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന, നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റിനെ ഡിഫൈൻ ചെയ്യണം നിങ്ങളുടെ ഡാറ്റ സ്റ്റുഡൻറ്റിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റും എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. അതേപോലെ തന്നെയാണ് അനദർ ഒരു ഡാറ്റ ടൈപ്പാണ് യൂണിയൻ. അപ്പോൾ നമുക്ക് എന്താണ് യൂണിയൻ്റെ പ്രത്യേകത എന്നൊക്കെ നോക്കാം. യൂണിയൻ സ്ട്രക്ചറിനെ പോലെ തന്നെയാണ്. സ്ട്രക്ചറിന് ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളൊരു യൂണിയൻ ക്രിയേറ്റ് ചെയ്യാണ്. യൂണിയൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു യൂണിയൻ. അതിൽ മെമ്പർ ഫങ്ഷൻസ്, ഇതിന് പറയുന്നതാണ് ടാഗ് നെയിം അല്ലെങ്കിൽ യൂണിയൻ ടാഗ് അല്ലെങ്കിൽ സ്ട്രക്ചറാണെങ്കിൽ സ്ട്രക്ചറിൻ്റെ ടാഗ് എന്നൊക്കെ പറയും. പിന്നെ ഇതിൽ വരുന്ന മെമ്പേഴ്സിനെയാണ് നമ്മളിപ്പോൾ കൊടുക്കില്ലേ. ഇപ്പോൾ സപ്പോസ് ഇൻറ്റ് എക്സ് ഇൻറ്റ് വൈ, സപ്പോസ് ക്യാരക്ടർ സെറ്റ്, ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ ഇതും ചെയ്തത്, സ്ട്രക്ചറും ചെയ്തത് ഇതുപോലെ തന്നെയല്ലേ? ഓർമ്മയുണ്ടോ? ഇനി നമ്മളതിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്ന യൂണിയൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ ഡിക്ലറേഷനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടാവും. കാരണം എന്താണ്, നമ്മൾ സ്ട്രക്ചറിന് ചെയ്ത അതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന് സാധാരണ ഒരു ഇൻറ്റിജറിൻ്റെ സൈസ് എത്രയാണ്? 4 ബൈറ്റാണ് അല്ലേ? ഇതിനും 4 ബൈറ്റ് ഉണ്ടായിരിക്കും, ഇതിന് 1 ബൈറ്റ്. സ്ട്രക്ചറിൻ്റെ കേസായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മുടെ ഇൻഡെക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 ബൈറ്റ്, ദിസ് ഈസ് ഫോർ എക്സ്, ദിസ് ഈസ് ഫോർ വൈ ആൻഡ് 1 ബൈറ്റ്, സപ്പോസ് കുറച്ച് വലുതായിപ്പോയി, ദിസ് ഈസ് ഫോർ സെഡ്. ടോട്ടൽ 9 ബൈറ്റ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, സ്ട്രക്ചറിൻ്റെ കേസിലാണ് പറയുന്നത്. എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് മൊത്തം 9 ബൈറ്റ് ഉണ്ടാകുമായിരുന്നു അല്ലേ? എക്സിന് സ്റ്റോർ ചെയ്യാൻ, വൈൻ്റെ ഡാറ്റ ഏതാണോ അത് സ്റ്റോർ ചെയ്യാൻ, സെഡിൽ എന്താണോ നമ്മുടെ ഡാറ്റ അത് സ്റ്റോർ ചെയ്യാൻ സെപ്പറേറ്റ്. പക്ഷേ യൂണിയൻ്റെ കേസിൽ അങ്ങനെയല്ല. ഇവിടെ ആ കൂടെ 4 ബൈറ്റേ ഉണ്ടാവുള്ളൂ. ഇൻ കേസ് ഓഫ് യൂണിയൻ കൂടെ 4 ബൈറ്റേ ഉണ്ടാവുള്ളൂ സ്റ്റോറേജ്. ഈ എൻറ്റയർ നമ്മുടെ എന്ന് പറയുന്നത്, അതായത് ഈ 3 വേരിയബിളും പോയിൻ്റ് ചെയ്യുന്നത് സെയിം മെമ്മറിയിലേക്കായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സിലെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും വൈയിലെ ഡാറ്റ സ്റ്റോർ ചെയ്യാനും സെഡിൽ സ്റ്റോർ ചെയ്യാനും ഈ ഒരൊറ്റ 4, അതായത് ഏറ്റവും ബിഗ്ഗർ സൈസായിട്ട് വരുന്നത് ഏതാണോ അതിൻ്റെ സൈസായിരിക്കും നമ്മുടെ ഈ വാരിയബിളിൻ്റെ, അതായത് യൂണിയൻ്റെ വാരിയബിളിൻ്റെ സൈസ്, മെമ്മറി സൈസ്. ഇപ്പം നിങ്ങൾക്ക് അറ്റ് എ ടൈം ഒരു ഡാറ്റയുടെ വാല്യൂ ഉള്ളൂ ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക. സപ്പോസ് നിങ്ങളിവിടെ എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുക്കും. അപ്പോൾ 2 ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഡാറ്റ 2 ആയിരിക്കും. അപ്പോൾ വൈയും പോയിൻ്റ് ചെയ്യുന്നത് 2 ആയിരിക്കും. സെഡിൽ എന്താണോ അതിൻ്റെ ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഈ 3 എണ്ണത്തിലും സെയിം ഡാറ്റ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് എന്താണോ കൊടുത്തത്, ഇപ്പോൾ സപ്പോസ് നിങ്ങളിവിടെ
അടുത്ത ലൈനിൽ നിങ്ങൾ ആദ്യത്തെ ലൈനിൽ x = 2 കൊടുത്തു. ആ സമയത്ത് ഇവിടെ 2 ആയിരുന്നു. അപ്പം ഇനി നിങ്ങൾ y പ്രിൻറ്റ് ചെയ്താൽ ഇവിടെ 2 ആയിരിക്കും വരിക. z പ്രിൻറ്റ് ചെയ്താൽ 2ൻ്റെ ക്യാരക്ടർ റെപ്രസെൻറ്റേഷൻ എന്താണോ അത് ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതായത് ഈ 3 വേരിയബിൾസും പോയിൻ്റ് ചെയ്യുന്നത് സെയിം ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലേക്കാണ്, റെഫർ ചെയ്യുന്നത് സെയിം മെമ്മറിയിൽ. ഇവിടെ ഏതെങ്കിലും ഒരു വേരിയബിളിന് ചേഞ്ച് വരുത്തിയാൽ ആ ചേഞ്ച് ഈ 3 വേരിയബിളിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ഇവർക്ക് 3 പേർക്കും കൂടെ ഒരൊറ്റ മെമ്മറി ലൊക്കേഷനിലേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ അനദർ ഒരു വേരിയബിളും കൂടെ ഇവിടെ ചെയ്യണം. ഇൻറ്റ് w(10) എന്ന് പറഞ്ഞിട്ടൊരു അരേ നിങ്ങളൊരു അനദർ ഒരു മെമ്പറും കൂടെ ഇതിൽ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഇതിൻ്റെ സൈസ് നമ്മുടെ ഏറ്റവും ബിഗ്ഗറായിട്ട് വരുന്ന വേരിയബിൾ ഏതാണ്? ഈ അരയാണല്ലേ. അത് ഇൻറ്റിജറാണ്. അതിൻ്റെ ഒരു ഇൻറ്റിജറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 4 ബൈറ്റാണ്. അപ്പോൾ അങ്ങനെ 10 എണ്ണം ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും അല്ലേ. ഈ ഒരൊറ്റ വേരിയബിളിൻ്റെ സൈസ് 40 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബിഗ്ഗറായിട്ട് വരുന്ന വേരിയബിൾ ഏതാണ്? ഈ വേരിയബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈക്ക് വ്യത്യാസം വരും. അതെന്തായാലും മാറും, 40 ബൈറ്റായിട്ട് മാറും. ഏറ്റവും ബിഗ്ഗർ ആയിട്ടുള്ള ഏത് വേരിയബിളിൻ്റെ സൈസാണോ അതായിരിക്കും നമ്മുടെ യൂണിയൻ വേരിയബിളിൻ്റെ മെമ്മറിയിലുള്ള സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈയിലെ മൊത്തം എത്രയായിരിക്കും സൈസ് വരുന്നുണ്ട്? 40. ഇനി ഈ 4 വേരിയബിൾസും പോയിൻ്റ് ചെയ്യുന്നത് ഈ സെയിം മെമ്മറിയിൽ. ഇവിടെ നിങ്ങൾ ഒരു വേരിയബിളിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തിയോ അതൊക്കെ അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയാണ് യൂണിയൻ. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, സ്ട്രക്ചറിൻ്റെ അതേപോലെ തന്നെയാണ് വരുന്ന. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? എല്ലാ വേരിയബിൾസും പോയിൻ്റ് ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷനിലേക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിൽ നമ്മൾ ചേഞ്ച് വരുത്തിയാൽ അതേ ചേഞ്ച് ബാക്കിയുള്ള എല്ലാ വേരിയബിൾസിലും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നമുക്കത് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ യൂണിയൻ്റെ ഒരു ഇതാണ് #include stdio.h. ഇനി നമ്മൾ യൂണിയൻ എക്സാമ്പിൾ നോക്കുകയാണ്. എക്സാമ്പിൾ ഇൻറ്റ് x, ഇൻറ്റ് y. അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം എങ്ങനെയൊക്കെയാണെന്ന്. നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ്റെ. then void main, ഇനി ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ ജസ്റ്റ് ഞാനിവിടെ എക്സിന് 2 എന്ന് കൊടുക്കുകയാണ്. ജസ്റ്റ് നമ്മുടെ e.x = 2. then ഞാനത് പ്രിൻറ്റ് ചെയ്യണം. 2 വേരിയബിൾ ഞാൻ പ്രിൻറ്റ് ചെയ്യണം. എക്സും പ്രിൻറ്റ് ചെയ്യണം, വൈയും പ്രിൻറ്റ് ചെയ്യണം. പ്രിൻറ്റ് x = %d, y = %d, comma e.x, e.y അല്ലേ. നമുക്കിതൊന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കമ്പൈൽ ആൻഡ് റൺ. ഇത് കണ്ടോ, നമ്മൾ ആകെ എക്സിൽ മാത്രമേ 2 എന്ന് കൊടുത്തുള്ളൂ. വൈയിൽ വന്നിരിക്കുന്നു ഇപ്പോൾ 2 എന്ന്. വൈയിൽ നമ്മളൊന്നും കൊടുത്തില്ല. കാരണം എന്താണ്? ഇപ്പോൾ ഇവിടെ വൈയിൽ 2 വരാനുള്ള റീസൺ എന്താണ്? എക്സും വൈയും പോയിൻ്റ് ചെയ്തിരിക്കുന്ന റെഫർ ചെയ്യുന്നത് സെയിം മെമ്മറി ലൊക്കേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ക്യാരറ്റ് z കൊടുത്ത് നോക്കാം. എന്നിട്ട് നമുക്കതൊന്നും കൂടെ ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. z = %c. നമ്മൾ ക്യാരക്ടറാണ് പ്രിൻറ്റ് ചെയ്യുന്നത്.
കോമ ഇ ഡോട്ട് സെറ്റ്. ഇവിടെ കണ്ടോ, ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്മൈലിയാണ് കേട്ടോ. അതായത് ടൂനെ ക്യാരക്ടറായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്യാരക്ടറല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്മൈലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏതാണോ അവരുടെ സ്റ്റാൻഡേർഡ്, കോഡ് സ്റ്റാൻഡേർഡ് ഏതാണോ വെച്ചാൽ അതിനനുസരിച്ചൊരു ക്യാരക്ടറാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെയൊക്കെ സൈസ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് വെച്ച് നോക്കാം. എക്സിൻ്റെ സൈസ് ഓഫ് എക്സ് ജസ്റ്റ് ഇങ്ങനെ സൈസ് ഓഫ് എക്സ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി size of y is equal to percentage d size of z equal to പിന്നെന്താ നമ്മൾ ഓരോന്നിൻ്റെയും സൈസ് പ്രിൻ്റ് ചെയ്യാം. നമ്മുടെ മൊത്തം നമ്മുടെ യൂണിയൻ വേരിയബിളിൻ്റെ സൈസും കൂടെ ഒന്ന് പ്രിൻ്റ് ചെയ്ത് വെക്കാം. സൈസ് ഓഫ് ഈ യൂണിയൻ വേരിയബിളാണ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഡി. സോ നമുക്കതിൻ്റെ ഇതൊക്കെ ഇവിടെ കൊടുക്കാം. എങ്ങനെയാണ് കൊടുക്കുന്നത്? നമുക്കൊരു വേരിയബിളിൻ്റെ സൈസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് സൈസ് ഓഫ് എന്താണ് കൊടുക്കുന്നത്, ഇ ഡോട്ട് എക്സ്. ഇനി ഓരോന്നും നമ്മൾ മാറ്റി കൊടുക്കണം. ഓരോന്നും ഇ ഡോട്ട് വൈ ഇ ഡോട്ട് സെഡ് അല്ലേ. സെഡിൻ്റെ സൈസ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടോ? പിന്നെ നമ്മൾ അവസാനമായിട്ട് ഈയുടെ നോക്കാം. നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ബ്രാക്കറ്റിൻ്റെ ഇതുണ്ടായിരുന്നു, അറിയാതെ പോയതാണത്. ഇവ കണ്ടോ നിങ്ങൾ? ഇവിടെ എക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ആണ്. ഇൻഡിവിജ്വൽ വേരിയബിളിൻ്റെ സൈസാണ് പറയുന്നത് 4 ആണ്. സൈസ് ഓഫ് വൈ, സൈസ് ഓഫ് സെഡ് 1 ആണ്. പക്ഷെ നമ്മുടെ ഇ എന്ന് പറയുന്ന നമ്മുടെ യൂണിയൻ വേരിയബിളിൻ്റെ സൈസും 4 ആണ്. എന്താണ് അതിൻ്റെ റീസൺ? ഒറ്റ റീസണേ ഉള്ളൂ. നമ്മുടെ യൂണിയൻ വേരിയബിളിൻ്റെ സൈസ് എപ്പോഴും ബിഗ്ഗസ്റ്റ് മെമ്പറിൻ്റെ സൈസായിരിക്കും നമ്മുടെ യൂണിയൻ വേരിയബിൾ ഉണ്ടായിരിക്കും. പിന്നെ ഡാറ്റ കണ്ടു, ഡാറ്റ ഒക്കെ സെയിം ആയിരിക്കും. മൂന്ന് വേരിയബിളിലുള്ള ഡാറ്റ. ഇപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ ആ 3 വേരിയബിളിലും ആ മാറ്റം റിഫ്ലക്റ്റ് ചെയ്യും. കാരണം 3 വേരിയബിളും പോയിൻ്റ് ചെയ്യുന്നത് സെയിം മെമ്മറിയിലേക്കാണ്, ഷെയർ ചെയ്യുന്നത് സെയിം മെമ്മറിയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാം. യെസ്, അങ്ങനെ ഇവിടെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. ഇപ്പം നമ്മളിത് ഇവിടെ 10 ആക്കണം. ഓക്കെ, നമ്മുടെ ഈ വേരിയബിൾ ജസ്റ്റ് ഇതാക്കണം. അപ്പോൾ എന്ത് ചേഞ്ചാണ് വരുന്നത് നോക്കുക. ഇവിടെ നമ്മൾ സൈസ് ഓഫ് വൈ ഡാറ്റ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് y is equal to percentage d x അല്ലേ. എക്സ് ഓഫ് 0 വേണം അല്ല. എക്സിൽ ഡാറ്റ പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ എന്താ സംഭവിക്കുക? അഡ്രസ്സായിരിക്കും പ്രിൻ്റ് ചെയ്യുക. അരേൻ്റെ അഡ്രസ്സായിരിക്കും എക്സിലുണ്ടായിരിക്കുക. ഇനി ഇപ്പോൾ നമ്മൾ എക്സ് അരയിട്ട് ചേഞ്ച് ചെയ്തില്ലേ, അപ്പോൾ നമ്മൾ എക്സ് എന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്താൽ എന്തായിരിക്കും ഉണ്ടാവുക? ഒരു അഡ്രസ്സായിരിക്കും പ്രിൻ്റ് ചെയ്യുക. അത് നമ്മൾ ഡാറ്റ പ്രിൻ്റ് ചെയ്യാൻ എക്സ് ഓഫ് 0 എന്ന് കൊടുക്കുക. ഓക്കെ, സോറി, ഇവിടെ നിന്ന് അതിന് വൈ ആണ് കൊടുക്കുന്നത്. ഇത് മാറ്റി എക്സ് മാറ്റിയിട്ട് ഇത് നോക്കുക. അതിലെപ്പോഴും എക്സിലെ പറ്റി നമ്മൾ വൈയിലെ ഡാറ്റ കൊടുത്തല്ലേ, സെയിം തന്നെയാണ്. ഇവിടെ കണ്ടോ, എക്സിൻ്റെ സൈസ് 40 ആണ്. വൈയുടെ നമ്മൾ അരയാക്കി മാറ്റി, അതുകൊണ്ട് അതിപ്പോൾ 40 ആയി സൈസ്. ആ മെമ്പറിൻ്റെ സൈസ് 40 ആയി.
അതേപോലെ വൈൻ്റെ 4 സെഡിൻ്റെ 1. ഇപ്പോൾ നമ്മുടെ നോക്കുക, ഈ എന്ന് പറയുന്ന നമ്മുടെ യൂണിയൻ വേരിയബിൾ സൈസ് എത്രയാണ്? 40. അതായത് ബിഗ്ഗസ്റ്റ്, അതിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ അരയാണ്. അതിൻ്റെ സൈസാണ് നമ്മുടെ യൂണിയൻ വേരിയബിളിലും മെമ്മറിയിലും വന്നിരിക്കുന്നത്, അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്ന് മെമ്പേഴ്സും ഷെയർ ചെയ്യുന്നത് എന്താണ്? സെയിം. ഓക്കെ.